ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യോളജിക്കൽ തിയറീസുമായി ബന്ധപ്പെടുത്തിയിട്ട് അഗസ്റ്റ് കോംപ്റ്റയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അഗസ്റ്റ് കോംപ്റ്റെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലേ. അപ്പൊ നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് അറിയപ്പെടുന്ന വ്യക്തി അഗസ്റ്റ് കോംപ്റ്റെ ആണ്. അപ്പോൾ സോഷ്യോളജിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ തിയറികൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തി അഗസ്റ്റ് കോംപ്റ്റെ ആണ്. അപ്പൊ നമുക്ക് അഗസ്റ്റ് കോംപ്റ്റയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിയറീസ് ലോ ഓഫ് ത്രീ സ്റ്റേജസ് ഉണ്ട്. സോ ആ ഒരു തിയറിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലൂടെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അഗസ്റ്റ് കോംപ്റ്റയെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയ ശേഷം നമുക്ക് അഗസ്റ്റ് കോംപ്റ്റയുടെ തിയറികളിലേക്ക് കിടക്കാം. അഗസ്റ്റ് കോംപ്റ്റെ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആണ്. ഹി വാസ് ബോൺ ഓൺ 19th January 1798. ഓക്കെ, 1798 ജനുവരി 19 അഗസ്റ്റ് കോംപ്റ്റെ ജനിക്കുന്നത്. അവിടെ ഫ്രാൻസിലാണ് ജനിക്കുന്നത് കേട്ടോ. ഫ്രാൻസിലെ മോണ്ടഫിലിയർ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ 1757 സെപ്റ്റംബർ 5 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ 1757 നമ്മൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ്. 1857 കലാപം ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ആ ഒരു ഇയർ ഓർത്തിരുന്നാൽ മതി. അഗസ്റ്റ് കോംപ്റ്റെ മരണപ്പെടുന്ന ഇയർ എന്ന് പറയുന്നത് 1757 ആണ്, സെപ്റ്റംബർ 5. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് his birthplace was Montefiore, France. ഓക്കെ, അതായത് ഫ്രാൻസിലെ മോണ്ടഫിയർ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. അപ്പൊ ഞാൻ അത് ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? അഗസ്റ്റ് കോംപ്റ്റെ ആണ് നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെ. കാരണം ഹി വാസ് കോയിൻഡ് ടേം സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടേം ഫസ്റ്റ്ലി കോയിൻ ചെയ്ത വ്യക്തി അഗസ്റ്റ് കോംപ്റ്റെ ആണ്. സോ അതുകൊണ്ടാണ് അഗസ്റ്റ് കോംപ്റ്റെ നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സോഷ്യോളജിക്ക് അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സോഷ്യോളജി എന്നല്ല അദ്ദേഹം ഈ ഒരു ടേം മീൻസ് ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് സോഷ്യൽ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലേറ്റ് അത് സോഷ്യോളജി എന്നുള്ള ലെവലിലേക്ക് മാറ്റി എന്നതാണ്. എനിവേ, അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആദ്യമായി അത് കോയിൻ ചെയ്തത് അഗസ്റ്റ് കോംപ്റ്റെ ആണ്. സോ അതുകൊണ്ടാണ് ഹി വാസ് നോൺ ആസ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് മെയ്ഡ് ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ടു ദ സബ്ജക്ട് അലോങ് വിത്ത് വിച്ച് ഹി കോയിൻഡ് സോഷ്യോളജി ആസ് എ സയൻസ് ഓഫ് സൊസൈറ്റി ഓർ ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോ സോഷ്യോളജി എന്ന് പറയുന്ന ടേം ഫസ്റ്റ്ലി കോയിൻ ചെയ്തത് അഗസ്റ്റ് കോംപ്റ്റെ ആണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് ആ ഒരു സബ്ജക്റ്റിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ ക്ലാസിക്കൽ ഫങ്ഷണലിസ്റ്റുകൾ സോഷ്യോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഫങ്ഷണലിസ്റ്റ് തിയറികൾ, കോൺഫ്ലിക്റ്റ് തിയറികൾ, അതുപോലെ തന്നെ സിംബോളിക് ഇന്ററാക്ഷണലിസ്റ്റ് തിയറികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കും. സോ ഇതിൽ തന്നെ ഈ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളിൽ ഒരു പ്രധാനിയായിരുന്നു അഗസ്റ്റ് കോംപ്റ്റെ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പോസിറ്റിവിസ്റ്റ് സയന്റിഫിക് ഫിലോസഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും മേജർ വർക്ക് എന്ന് പറയുന്നത് സയന്റിഫിക് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മുടെ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഈ സബ്ജക്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇദ്ദേഹം വിളിക്കുന്ന സോഷ്യോളജി സയൻസ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിന്റെ ശാസ്ത്രം, സമൂഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സോഷ്യോളജി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, അതോടൊപ്പം തന്നെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ്, ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ എന്താണ്, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച്, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമൻ ബിഹേവിയർ, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിക്കൊണ്ട് വ്യക്തികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു ഹ്യൂമൻ ബിഹേവിയർ, അവിടെ പെരുമാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ സയൻസ് കൂടിയാണ് സോഷ്യോളജി എന്ന് തന്നെ പറയാം എന്നാണ് അഗസ്റ്റ് കോംപ്റ്റെ സോഷ്യോളജിയെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. സോ ഈ ഒരു ടേം ഫസ്റ്റ്ലി കോയിൻ ചെയ്തത് കൊണ്ടും ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയത് കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ആദ്യമായിട്ട് ഇദ്ദേഹം ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സമയത്ത് അദ്ദേഹം എന്താണ്, ഈ സോഷ്യോളജി സോഷ്യൽ ഫിസിക്സ് എന്നുള്ള ലെവലിലാണ് ഈ ഒരു സബ്ജക്റ്റിനെ വിളിച്ചിരുന്നത്. ആൻഡ് പിന്നീടാണ് ഇത് സോഷ്യോളജി എന്നുള്ള ലെവലിലേക്ക് മാറ്റിയത്. ഹി കോൾഡ് ദ ന്യൂ സബ്ജക്ട് ഇൻവെന്റഡ് ബൈ ഹിം സോഷ്യൽ ഫിസിക്സ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു പുതിയ സബ്ജക്ട് ഇൻവെന്റ് ചെയ്തു, അതിന് സോഷ്യൽ ഫിസിക്സ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആൻഡ് അതിനുശേഷമാണ് ലേറ്റർ എക്സ്പ്ലെയിൻ ദാറ്റ് സോഷ്യോളജി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് ന്യൂസ്. സോ അതിനുശേഷം ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു സബ്ജക്ട് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സബ്ജക്ട് അദ്ദേഹം സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആൻഡ് പിന്നീട് ഇതിനെ സോഷ്യോളജി എന്ന് മാറ്റി, അതായത് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സോഷ്യസ് ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന വേർഡ്സിൽ നിന്നുമൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വേർഡ് എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ he divided the subject
subject into two major parts. അപ്പൊ അദ്ദേഹം ഈ ഒരു സബ്ജക്റ്റിനെ ആദ്യം ഒരു സബ്ജക്ട് കൊണ്ടുവന്നതിനെ ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്ന് വിളിച്ചു, അതിനുശേഷം അതിനെ സോഷ്യോളജി എന്ന് വിളിച്ചു. ആൻഡ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ രണ്ട് പാർട്ടുകളായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. എന്താണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ രണ്ട് പാർട്ടുകളായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. The first part was the social static. എന്താണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണ്. ആൻഡ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആണ്. അപ്പൊ എന്താണ് സോഷ്യൽ സ്റ്റാറ്റിക്സ്, എന്താണ് സോഷ്യൽ ഡൈനാമിക്സ്? നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വേർഡിന്റെ മീനിങ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകും. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സമൂഹത്തെ സമൂഹത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, എന്താണ് ഏകോപിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ചില ഫാക്ടേഴ്സുകൾ ഉൾപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ചില ഫോഴ്സസിനെയൊക്കെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് വിളിച്ചത്. ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ ഡൈനാമിക്സ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തില് മാറ്റങ്ങളും ഉണ്ടാകും, അതുപോലെ തന്നെ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിച്ച് നിർത്തുന്ന ചില ഫാക്ടറുകളും ഉണ്ടാകും. അപ്പോൾ ഈ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. അപ്പൊ സോഷ്യോളജിയിൽ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന, സൊസൈറ്റിയിലെ ആൾക്കാരെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന, എന്താണ് ഒരു ഏകോപിപ്പിച്ച് നിർത്തുന്ന ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സും ഉണ്ടാകാം. സോ അതിനെയാണ് അദ്ദേഹം രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തത്. സബ്ജക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ് സോഷ്യൽ സ്റ്റാറ്റിക് എന്നും സോഷ്യൽ ഡൈനാമിക്. സോഷ്യൽ സ്റ്റാറ്റിക്സിനകത്ത് സമൂഹത്തെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. സോഷ്യൽ ഡൈനാമിക്സിനകത്ത് സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഡീൽ ചെയ്തിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പല തിയറികൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഗസ്റ്റ് കോംറ്റെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് 3 സ്റ്റേജസ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോ ഓഫ് 3 സ്റ്റേജസ് ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഡയഗ്രാം ആണ്. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അഗസ്റ്റ് കോംറ്റെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്താഗതികൾക്ക്, മനുഷ്യരുടെ ചിന്താഗതികൾക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു സമൂഹത്തിന്റെ പരിണാമത്തിനും അല്ലെങ്കിൽ ചിന്താഗതികൾക്കും ഒക്കെ പ്രധാനമായും 3 സ്റ്റേജസ് ഉണ്ടെന്നൊക്കെയാണ് കോംറ്റെ പറയുന്നത്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ തിയോളജിക്കൽ സ്റ്റേജ്, സെക്കൻഡ് വൺ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, ആൻഡ് തേർഡ് വൺ പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ തിയോളജിക്കൽ സ്റ്റേജ്, സെക്കൻഡ് വൺ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, തേർഡ് വൺ പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. ആൻഡ് ഈ തിയോളജിക്കൽ സ്റ്റേജിനെ തന്നെയാണ് അദ്ദേഹം ഫർദർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. ഫെറ്റിഷിസം, പോളിതിയിസം ആൻഡ് മോണോതിയിസം. അതായത് ഫെറ്റിഷിസം എന്ന് പറയുമ്പോൾ ഒരു അനിമിസ്റ്റിക് തിങ്കിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് എന്ത് ജീവനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, അത്തരത്തിലുള്ള ഒരു അനിമിസ്റ്റിക് തിങ്കിങ് ആണ് ഈ ഫെറ്റിഷിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പോളിതിയിസം. പോളിതിയിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ ആരാധന എന്നൊക്കെ പറയും. അതാണ് ആ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മോണോതിയിസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം. അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനാണ് ഈ ഒരു ചാർട്ട് ഉൾപ്പെടുത്തിയത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു തിയറിയെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോ ഓഫ് ദ 3 സ്റ്റേജസ്. Comte identified 3 basic stages and proceeded to argue that the human mind, people through the maturation processes, all branches of knowledge and the history of the world all pass successively through these 3 stages. കോംറ്റെ പറയുന്നത് എല്ലാ വ്യക്തികളും, മനുഷ്യന്റെ എല്ലാ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ഓരോ സ്റ്റേജസിലും ആൻഡ് അതുപോലെ തന്നെ അറിവുകളുടെ ഏതൊരു അറിവിന്റെയും ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ലോക ചക്രത്തിന്റെയൊക്കെ ഒരു കടന്നുവരവ് പ്രധാനമായും ഈ 3 സ്റ്റേജസിലൂടെയാണ് സംഭവിക്കുന്നത് എന്നാണ് അഗസ്റ്റ് കോംറ്റെ പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ സ്റ്റേജസ്? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഫസ്റ്റ് വൺ തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ്. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും എന്താണ് ഡീൽ ചെയ്യുന്നത് നമുക്ക്? ഫസ്റ്റ് സ്റ്റേജ് തിയോളജിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മനുഷ്യർ വിചാരിക്കുന്നത് ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗമാകുന്ന നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സമൂഹത്തില് ഒരുപാട്
കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് മഴ പെയ്യുന്നു, ഇങ്ങനെയൊക്കെ. അതായത് ഇതിനൊരു റീസൺ അവർക്ക് അറിയില്ല. അതിനൊരു റീസൺ അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്ന സാഹചര്യത്തില് മനുഷ്യൻ എന്താണ്, അമാനുഷികമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സിലൊക്കെ വിശ്വസിച്ചത്. അത്തരത്തിൽ ഒരു ദൈവികമായിട്ടുള്ള അവരുടെ ഒരു വിശ്വാസം ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റേജാണ് തിയോളജിക്കൽ സ്റ്റേജ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല. അപ്പൊ ആദ്യം കുഞ്ഞുനാളില് നമ്മൾ കുഞ്ഞായിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേജില് നമുക്ക് മഴ പെയ്യുന്നത് എങ്ങനെയാ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കും ആ ദൈവമാണ്, അല്ല മഴ പെയ്യുന്നത് ദൈവമാണ്, അല്ലെ അമനുഷ്യമായിട്ട് ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത്, നമുക്ക് വെള്ളം ആവശ്യമുള്ളത് ദൈവത്തിന്റെ ഒരു കാരുണ്യം കാരണം മഴ പെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. അതായത് ആ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ എന്ത് ചെയ്യാണ്, വിശ്വസിക്കുകയാണ്. ലേറ്റർ നമ്മൾ വളർന്നു വരുന്ന ശേഷം അങ്ങനെയല്ല മഴ ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ കാര്യം അല്ലെങ്കിൽ ദൈവം വിചാരിച്ചിട്ട് അല്ല മഴ ഉണ്ടാകുന്നത്, മഴ ഉണ്ടാകുന്ന പ്രതിഭാസം ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിന്റെ ലോ ഓഫ് ത്രീ സ്റ്റേജസിലൂടെ വിശദീകരിച്ച് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതിന്റെ റീസൺ എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയാതെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതൊരു അമാനുഷികമായ ശക്തിയാണ് അതെല്ലാം അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിഭാസം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുകയും അത്തരത്തിൽ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു പവറിൽ നമ്മൾ അമിതമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് തിയോളജിക്കൽ സ്റ്റേജ്. Men and children failed to discover the natural cause of various phenomena and hence attributed them to supernatural or divine power. ഈ ഒരു സ്റ്റേജിനെ അദ്ദേഹം 3 സബ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫെറ്റിഷിസം. ഫെറ്റിഷിസം എന്ന് പറയുന്നത് ഒരു അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് നമുക്ക് പറയാം. അനിമിസം എന്ന് അല്ലെങ്കിൽ അനിമിസ്റ്റിക് കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഫെറ്റിഷിസം എന്നത് ഉദ്ദേശിക്കുന്നത്. ഇന്നാനിമേറ്റ് ഒബ്ജക്ട് ഹാവ് ലിവിംഗ് സ്പിരിറ്റ് ഇൻ ദം. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒബ്ജക്റ്റിന് ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ജീവനില്ലാത്ത ഒരു വസ്തു അതിന് ജീവനുണ്ട്, അതിന് എന്താണ് നമ്മളെ പോലെ അതിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള അത്തരം ഒരു തിങ്കിങ്ങിനെയാണ് നമ്മൾ അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ സൈക്കോളജിയിലേക്ക് നമുക്ക് അനിമിസ്റ്റിക് കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ അനിമിസ്റ്റിക് തിങ്കിങ് ആണ് ഈ ഫെറ്റിഷിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ടുള്ള ഒരു സബ് സ്റ്റേജ് എന്ന് പറയുന്നത് പോളിത്തീസം. പതിയെ എന്താണ് ദൈവങ്ങൾ എന്താണ് വൈവിധ്യമാർന്ന ദൈവം. അതായത് ഇപ്പോ മഴയ്ക്ക് നമ്മൾ പറയില്ലേ വായു ഭഗവാൻ, അതുപോലെ തന്നെ ഭൂമി ദേവി, മണ്ണിന്റെ ഭൂമി ദേവി, അതുപോലെ എന്താണ് വരുണൻ എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ ദൈവത്തിന്, അതായത് അഗ്നിദേവൻ, എന്താണ് നമ്മള് തീക്ക് അഗ്നിദേവൻ, ഇങ്ങനെയൊക്കെ ഓരോ കോൺസെപ്റ്റുകളില്ലേ. അപ്പൊ അതുപോലെ ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്ന ഓരോ ദൈവങ്ങൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ദൈവങ്ങൾ, ഡിഫറെന്റ് ഗോഡ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആ ഒരു കോൺസെപ്റ്റ്, വൈവിധ്യമാർന്ന ദൈവങ്ങളുടെ ആരാധനയാണ് നമ്മൾ പോളിത്തീസം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ നാച്ചുറൽ ഫോഴ്സസ് ആർ കൺട്രോൾഡ് ബൈ ഡിഫറെന്റ് ഗോഡ്സ്. അതായത് നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഈ എല്ലാ നാച്ചുറൽ ഫോഴ്സസിനെയും കൺട്രോൾ ചെയ്യുന്നത് വൈവിധ്യമാർന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ദൈവങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഗോഡ് ഫോർ വാട്ടർ, ഗോഡ് ഫോർ റെയിൻ, ഗോഡ് ഫോർ എർത്ത് എക്സെട്രാ അല്ലെ. അതായത് ഭൂമിക്കൊരു ദൈവം, അതുപോലെ തന്നെ മഴയ്ക്കൊരു ദൈവം, ജലത്തിനൊരു ദൈവം, അങ്ങനെ എന്താണ് വൈവിധ്യമാർന്ന ദൈവങ്ങളുടെ ആരാധനയാണ് നമ്മുടെ പോളിത്തിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ മോണോതിസം. എന്താണ് മോണോതിസം? ഓൺ ഗോഡ് ഓർ ഗോഡ് ഇൻ ഓൾ, അതായത് ഒരു ഏകദൈവ വിശ്വാസം, എല്ലാം ഒരു ശക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന എല്ലാ നാച്ചുറൽ ഫോഴ്സസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ദൈവമായ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി, ഒരു ദൈവമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നു. ഓൺ ഗോഡ് അല്ലെങ്കിൽ ഓർ ഗോഡ് ഈസ് വൺ ആട്രിബ്യൂട്ടിംഗ് ഓൾ ടു സുപ്രീം ഡെറ്റി. ക്ലിയർ? അഗസ്കോംപ്ലി പറയുന്ന രണ്ടാമത്തെ സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഫസ്റ്റ് വൺ തിയോളജിക്കൽ സ്റ്റേജ് ആയിരുന്നു. അതിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്തത്, എന്തൊക്കെയാണ് ആ ഒരു സ്റ്റേജിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ തിയോളജിക്കൽ സ്റ്റേജിന്റെ കുറച്ചുകൂടി എക്സ്റ്റാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിയോളജിക്കൽ സ്റ്റേജിൽ നമ്മൾ ദൈവത്തിനോടുള്ള ഒരു ആരാധനയാണ് അല്ലെ. നമുക്ക് ഒരു എല്ലാ നാച്ചുറൽ പ്രോസസ്സും സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഒരു എന്താണ് ഒരു അല്ലെങ്കിൽ ഒരു അദൃശ്യമായിട്ടുള്ള അമനുഷ്യമായിട്ടുള്ള ഒരു ഫോഴ്സിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് എല്ലാ നാച്ചുറൽ ഫോഴ്സസും അല്ലെങ്കിൽ എല്ലാ നാച്ചുറൽ ഫിനോമിനയും സംഭവിക്കുന്നത് എന്നൊരു വിശ്വാസം. ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ വരുമ്പോൾ കുറച്ചുകൂടി ഈ തിയോളജിക്കൽ സ്റ്റേജിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്ലാനേഷൻ പലതിലും കൊണ്ടുവരാനായിട്ട് വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുന്നതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസം അൾട്ടിമേറ്റ്ലി അതെങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അതെന്താണ് ആ ഒരു പ്രതിഭാസം ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ചില
ഒരു തിങ്കിങ് ഡെവലപ്പായി വരും ആൾക്കാർക്കിടയിൽ. ഓക്കെ, അതായത് കുറച്ചുകൂടി പല കാര്യങ്ങൾക്കും പല ചോദ്യങ്ങൾ ഉയർന്നു, അതിന് പല ആൻസേഴ്സ് കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജിലാണ്. ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ തിയോളജിക്കൽ സ്റ്റേജ്. അതുപോലെ തന്നെ തിയോളജിക്കൽ സ്റ്റേജിന്റെയും പോസിറ്റീവ് സ്റ്റേജിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അതാണ് ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഭൗതികവും അഭൗതികവും ഈ രണ്ട് കാര്യങ്ങൾ, അബ്സ്ട്രാക്ട് ആൻഡ് നോൺ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു മിക്സ്ചർ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ശക്തികളിൽ ഒരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടി എന്താണ് ഒരു അഭൗതികമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു രണ്ടാമത്തെ മെറ്റാഫിസിക്കൽ സ്റ്റേജിലാണെന്നാണ് കോംഡെ പറയുന്നത്. If it is the extension of the theological stage refers to explanation by impersonal abstract explanations. Okay, they believe that an abstract powers or force guide and determines events in the world, and metaphysical thinking discards beliefs in a concrete. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഒരു എന്താണ് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കാനും കുറച്ചുകൂടെ അഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടെ മിക്സ്ചർ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്താഗതി ഇവിടെ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അത് ഇവിടെ പല പ്രതിഭാസങ്ങളും സംഭവിക്കുമ്പോൾ അത് അമാനുഷികമായിട്ടുള്ള ശക്തികളുടെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതികൾ ഡെവലപ്പായി വന്നത് ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജിലാണ്. നെക്സ്റ്റ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ്. പോസിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുന്നത് കോംഡെയുടെ മൂന്നാമത്തെ ലോ ഓഫ് 3 സ്റ്റേജസിലെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ് എന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത് ആദ്യം മനുഷ്യന് എന്താണ് ഒന്നും അറിയില്ല, ഒരു കാര്യം ഉണ്ടായി, ഒരു നാച്ചുറൽ ഫിനോമിന ഉണ്ടായ സമയത്ത് എന്ത് എങ്ങനെ ഉണ്ടായി ഒന്നും അറിയില്ല. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർ അമാനുഷികമായ ശക്തികളിൽ അധികമായി വിശ്വസിച്ചു. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് അമാനുഷിക ശക്തികളിൽ വിശ്വാസമുണ്ട്, എന്നിരുന്നാലും കുറച്ചുകൂടെ അത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ ഒന്ന് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി ചിന്തിക്കാനായിട്ട് തുടങ്ങി. മൂന്നാമതായിട്ട് വരുമ്പോൾ ഇവിടെ സയന്റിഫിക് സ്റ്റേജ് ആണ്. ഇവിടെ കുറച്ചുകൂടി എല്ലാം കുറച്ചുകൂടി എന്നല്ല, വളരെ സയന്റിഫിക് ആയിട്ട് സയന്റിഫിക് മെത്തേഡിലൂടെ പല കാര്യങ്ങളെയും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആൾക്കാർ എന്താണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് പലതിനെയും കമ്പാരിസൺ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളെയും വസ്തുതകളെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ആൾക്കാർ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്ന ഒരു സ്റ്റേജാണ് സയന്റിഫിക് സ്റ്റേജ്. ഇവിടെ ലോജിക്കൽ തിങ്കിങ്ങിന് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിനൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്റ്റേജാണ്. ഇറ്റ് റെഫേഴ്സ് ടു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ് ആൻഡ് കമ്പാരിസൺ. പോസിറ്റീവ് എക്സ്പ്ലനേഷൻ റിലേ അപ്പോൺ എ ഡിസ്റ്റിങ്ക്ട് മെത്തേഡ്, ദ സയന്റിഫിക് മെത്തേഡ് ഫോർ ദെയർ ജസ്റ്റിഫിക്കേഷൻ. പല കാര്യങ്ങളും സയന്റിഫിക് മെത്തേഡ് ശാസ്ത്രീയമായ രീതി അപ്രോച്ച് ചെയ്യുകയും അതിലൂടെ പല കാര്യങ്ങളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡ് ഇസ് എ body of technique of investigating phenomena, acquiring new knowledge, correcting and integrating previous knowledge. അതായത് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താനും പഴയ അറിവുകളെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനും തിരുത്തലുകൾ കൊണ്ടുവരാനൊക്കെ ഈ സയന്റിഫിക് മെത്തേഡ് വ്യക്തികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സയന്റിഫിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വന്നൊരു സ്റ്റേജ് ആണ് ഈ പോസിറ്റിവിറ്റി സ്റ്റേജ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എ പ്യൂർലി ഇന്റലക്ച്വൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. അതായത് നമ്മൾ ലോകത്തെ വളരെ ഇന്റലക്ച്വൽ ആയിട്ട് ഭൗതികമായിട്ട് നമുക്ക് ലോകത്തെ നോക്കി കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പോസിറ്റിവിസം എന്നാണ് അഗസ്റ്റ് കോംഡെ പറയുന്നത്. അപ്പൊ സയന്റിഫിക് നോളജിന് അതുപോലെ ലോജിക്കൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ്, ഒബ്ജക്ടിവിറ്റി, പോസിറ്റിവിസ്റ്റിക് തിങ്കിങ് ഇതിലെല്ലാം പ്രാധാന്യം വരുന്നത് ഈ മൂന്നാമത്തെ സ്റ്റേജിലാണ്, ഈ പോസിറ്റിവിസ്റ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജിലാണ് എന്നത് ഓർക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ആദ്യം നമ്മൾ എന്താണ് തിയോളജിക്കൽ സ്റ്റേജ്, അത് കഴിഞ്ഞ് മെറ്റാഫിസിക്കൽ സ്റ്റേജിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ സയന്റിഫിക് സ്റ്റേജിലേക്ക് നമ്മൾ ആ ഒരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലെ. ഇത്തരത്തിൽ മനുഷ്യരുടെ ചിന്താഗതികളുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ലോക ചരിത്രത്തിന്റെ ഒരു വികാസം അല്ലെങ്കിൽ മനുഷ്യരുടെ സമൂഹത്തിന്റെ ഒരു വികാസം പ്രധാനമായും ഈ 3 സ്റ്റേജസിലൂടെയാണ് സംഭവിക്കുന്നത് എന്നാണ് അഗസ്റ്റ് കോംഡെ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഒരേപോലെയല്ല സംഭവിക്കുന്നത്, എല്ലാ സമൂഹത്തിലും ഒരേപോലെയല്ല, എല്ലാം ഒരേ ലെവലിലല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇതാണ് അഗസ്റ്റ് കോംഡെയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു പല കോൺസെപ്റ്റുകൾ, ഫങ്ഷണലിസ്റ്റ് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.